നമ്മളിപ്പം വെള്ളത്തിന് പോണത് അടുക്കള എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊന്ന് വൃത്തിയാക്കി വെക്കാം, ശരിയാക്കി എടുക്കണം. അപ്പൊ ടാങ്കിലെ വെള്ളം നമുക്ക് ഇതിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടാ. പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തോട്ടി പോണത്. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് നമ്മൾ തോട്ടിൽ നിന്നാണ് കൂടുതലും വെള്ളം കൊണ്ട് വരുന്നത്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണുമല്ലോ നമ്മൾ അടുക്കള. അപ്പോൾ അതൊന്ന് ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാനാണ്. നമ്മൾ പിന്നെ കെട്ടും, കട്ടയൊക്കെ നമ്മൾ ഇറക്കി ഇടാൻ വെച്ചിട്ടുണ്ട്. പതിയെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ കെട്ടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി കിടക്കണ്ടേ, അതിന് വേണ്ടിയാണ്. ആദ്യം നമുക്ക് വെള്ളം കൊണ്ടുവരാം, ബാക്കി പരിപാടി പിന്നെ നമുക്ക് ഒരുപാട് പരിപാടിയുണ്ട്. എല്ലാം കൊണ്ടുവന്നു കേട്ടാ. ഇനി അവരവിടെ അതെല്ലാം പറക്കി വൃത്തിയാക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മണ്ണ് വെട്ടിക്കൊണ്ടുവരണം ഇവിടെ എല്ലാം ഉരുത്താൻ വേണ്ടി. അപ്പൊ നമുക്ക് മണ്ണ് വെട്ടാൻ പോലടി. വാ, അവരവിടെ വൃത്തിയാക്കി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണ് എടുത്തോണ്ട് വരും. ഇതിന്റെ കല്ല് മാറ്റണ്ടേ? ഓ, കല്ല് മാറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ മണ്ണെല്ലാം വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ടേ ഈ കല്ലൊക്കെ പറക്കി മാറ്റണം. മാറ്റിയില്ലെങ്കിൽ കുഴയ്ക്കാൻ പറ്റത്തില്ല. കല്ലെല്ലാം മാറ്റിയിട്ട് വെള്ളം വെച്ച് കുഴച്ചിട്ട് നമുക്ക് കൊണ്ടുപോവാം. ഇവിടെ ഇട്ടാണ് കുഴക്കുന്നത് കേട്ടോ. മോളൂട്ടി, വെള്ളം കൊണ്ടുപോവാ. ഇവിടെ ഇട്ട് കുഴച്ച് കല്ലൊന്നും പാടില്ല കേട്ടോ. ഇതെല്ലാം മാറ്റണം. കല്ലുണ്ടെങ്കിൽ ഇതാകത്തില്ല. നമ്മൾ ഈ മണ്ണെല്ലാം നല്ലപോലെ കുഴച്ചെടുത്ത് കേട്ടാ. ഇനി ഇതങ്ങ് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാം. അവരെവിടെ അപ്പോഴത്തേക്ക് ഉറുത്തും. ആ സമയം കൊണ്ട് ഇനിയും കുറച്ച് മണ്ണും കൂടെ കുഴക്കണം. ഇതൊന്നും പോരാ, ഇനിയും വേണം. മതി, എടുത്തിട്ട് പോവോ? മതിയാ? ഉറുത്തം വഴി നമുക്ക് ഇവിടെ എല്ലാം വെള്ളമൊക്കെ ഒഴിച്ചിടാം. ഈ ചിലയിടത്തൊക്കെ ഇങ്ങനെ കുഴിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ ചെളിയൊക്കെ തേച്ച് ഉരുത്തിയെടുക്കണം. ചെളി തേച്ച് ഉരുത്തിയിട്ട് വേണം ഇനി ചാണാനും കൂടെ തേച്ച് നമുക്ക് ഇടണം. അവിടെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതും കൂടെ തേച്ചങ്ങിടണം. അത് തേച്ചെടുത്ത് കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരാം. ചാണാനെല്ലാം തേച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി ചാണാനൊക്കെ മെഴുകിയെടുക്കുകയാണ്. അവിടെ അത്ര ഇടുന്നില്ല. അവിടെ മുമ്പത്തെ അടുക്കളയുടെ സിമന്റ് ഇട്ട ഭാഗമുണ്ട്, അവിടെ നമ്മൾ തുടച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെഡി ആവണം, കുളിക്കണം, വൃത്തിയാവണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.